സോ ഹായ് ഗൈസ്, ഫൈനലി നമ്മുടെ ഗെയിമിലേക്ക് ഒരു കിടിലം പോലെ ഒരു അപ്ഡേറ്റ് വരാനായിട്ട് പോകുന്നുണ്ട്. അപ്ഡേറ്റിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ആയിട്ട് ഒരു ബഗ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആ ബഗ്ഗും ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഈ കിടിലം പോലെ ഒരു അപ്ഡേറ്റ് ആണ് നമ്മുടെ ഗെയിമിലേക്ക് ഇനി വരാനായിട്ട് പോകുന്നത്. ഈ ഒരു അപ്ഡേറ്റിലൂടെ നമ്മുടെ ഗെയിമിലേക്ക് ഒരു അടിപൊളിയായിട്ടുള്ള റോബോട്ട് കാർ ആഡ് ആകുന്നുണ്ട്. എല്ലാ കൂട്ടരും ആഗ്രഹിച്ചിരുന്ന ഒരു സാധനമാണ് അത്. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് വേറൊരു ഐറ്റം കൂടെ വരാനായിട്ട് പോകുന്നുണ്ട്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ നമ്മുടെ ഈ മാസ്കിനെ കുറിച്ച് നിങ്ങളുടെ പറഞ്ഞതാണ്. അത് കാണാത്ത കൂട്ടുകാർ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഫ്ലൈയിങ് കാറും ആടാനായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ നമ്മുടെ ക്യാരക്ടറിനെ നിങ്ങൾക്ക് പറപ്പിക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. കാരണം സൂപ്പർ പവർ നിങ്ങളുടെ ക്യാരക്ടറിന് കിട്ടുന്നതായിരിക്കും. സൂപ്പർമാൻ അല്ല, ഈ നമ്മുടെ സാധാ നോർമൽ ക്യാരക്ടറിന് നിങ്ങൾക്ക് സൂപ്പർ പവർ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അങ്ങനെ ഒരു ഫീച്ചറോടെ നമ്മുടെ ഗെയിമിലേക്ക് വരാനായിട്ട് പോകുന്നുണ്ട്. എന്തായാലും ഗെയ്സ് അടിപൊളിയായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇനി നമുക്ക് വരാനായിട്ട് പോകുന്നത്. എന്തായാലും ഗെയ്സ് അതിനെപ്പറ്റിയൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. വീഡിയോ ഇതുവരെയായിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണ് ഓടിപ്പോയി ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഒട്ടും മറക്കരുത്. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും അത് ചെയ്തു വെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഈ അടിപൊളിയായിട്ടുള്ള അപ്ഡേറ്റ് ആണ് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോകുന്നത്. എന്തായാലും അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ആ ഒരു ബഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുവേണ്ടി ആദ്യം നിങ്ങൾ ഗെയിമിലേക്ക് കയറുക. ഞാനാണെങ്കിൽ ഇവിടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഗെയിംസ് ഞാനാണെങ്കിൽ നേരെ ഇപ്പോൾ ഗെയിം ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുറച്ച് ടൈം എടുക്കും. എന്തായാലും ഇപ്പോൾ ലോഡായി വന്നിട്ടുണ്ട്. നമ്മൾ ധോണി ക്യാരക്ടറിനെയാണ് എപ്പോഴും ഇടുന്നത്. അതെല്ലാ കൂട്ടുകാർക്കും അറിയാമായിരിക്കും. ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ധോണി ക്യാരക്ടറിനെ തന്നെയാണ് ഇട്ടത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും സംശയമായിരിക്കും, ബ്രോ ഈ ഒരു ക്യാരക്ടറിനെ എങ്ങനെയാണ് എടുക്കാൻ പറ്റുന്നതെന്ന്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ ലിങ്ക് നമ്മൾ വാട്സപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാരും ജോയിൻ ആയിട്ട് ആ ലിങ്ക് കൊണ്ടുപോയി എങ്ങനെ എടുക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് അതൊന്ന് പോയി കണ്ടാൽ മതി. അതുപോലെ തന്നെ ഈ നമ്മുടെ ഗെയിമിലേക്ക് ഈ ഒരു അപ്ഡേറ്റിലൂടെ കുറേയധികം ഐറ്റംസ് വരുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഈ ഒരു ബഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു വേണ്ടി നിങ്ങൾ G-Wagon വേണം. നമുക്കാണെങ്കിൽ G-Wagon വേണം. G-Wagon ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ബഗ് നമ്മുടെ ഗെയിമിൽ നമുക്ക് വർക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഏതായാലും കുറച്ച് കൂട്ടുകാർക്കൊക്കെ ഈ ഒരു ബഗ് അറിയാമായിരിക്കും, പക്ഷേ കുറേ പേർക്ക് അറിയാത്തവർ കാണും. ഏതായാലും ഞാനാണെങ്കിൽ G-Wagon ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബഗ് നിങ്ങളെല്ലാ കൂട്ടുകാരും ചെയ്ത് നോക്കുക. എന്നിട്ട് വർക്കിംഗ് ആണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എന്തായാലും ഞാനാണെങ്കിൽ നേരെ വണ്ടി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് പനിയാണെങ്കിൽ മിക്കപ്പോഴും പനിയാണ്, എനിക്ക് തൊണ്ടവേദനയൊക്കെ ഉണ്ട്. അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിച്ചേക്കാം. അപ്പോൾ നമുക്കാണെങ്കിൽ ഒരു MBCയുടെ കാർ കൂടെ വേണം. ആ MBCയുടെ കാർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ബഗ് വർക്കൗട്ട് ചെയ്ത് നോക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ഒരു MBCയുടെ കാർ തടഞ്ഞു നിർത്തി. ഗൈസ് ഇത് നിൽക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് മാനേജ് ചെയ്തുകൊണ്ട് വരണ്ടേ. ഇത് കറക്റ്റ് ലെവലിൽ ഇട്ടാൽ മാത്രമേ ആ ഒരു ബഗ് നമുക്ക് വർക്കാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അലമ്പായി പോവും. ഫുള്ളായിട്ട് നമ്മൾ വിചാരിച്ച പോലെ ഈ ഒരു ബഗ് നമുക്ക് കിട്ടണമെന്നില്ല. അത് കാരണം ഞാനാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് അറേഞ്ച് ചെയ്ത് ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും എന്നെക്കൊണ്ട് അത്യാവശ്യമൊക്കെ പറ്റാത്ത കാര്യമാണ്. ഞാനാണെങ്കിൽ കുറേ നേരം മെനക്കെട്ടിട്ടാണ് പിന്നെ നമ്മളൊരു വണ്ടി കണ്ടുപിടിച്ചു. ആ ബാക്കിൽ കിടക്കുന്ന വെള്ള വണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ലെവലിൽ ഇട്ട് വെക്കണമെങ്കിൽ നമുക്ക് രണ്ടിലും കൂടെ കയറാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം. നമ്മുടെ MBCയുടെ കാറ് തന്നെ വേണം. അല്ലാതെ നിങ്ങൾ നോർമലായിട്ട് ഒരു കാറ് വിളിച്ചിട്ട് ചെയ്യരുത്. ചെയ്ത ഈ ബഗ് വർക്കൗട്ട് ആകത്തില്ല. എന്നാലും ഞാനാണെങ്കിൽ രണ്ടിലും കൂടെ ഒരുമിച്ച് കയറുന്നുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. രണ്ടിലും കൂടെ ഒരുമിച്ച് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങൾ നേരെ ഒരു ഭൂമിക്കടിയിലേക്ക് ഇങ്ങനെ പോകുന്നതായിരിക്കും. ആദ്യത്തെ അറ്റംപ്റ്റിലൊന്നും വർക്കാകത്തില്ല. ഒന്നുകൂടെ ട്രൈ ചെയ്യുക. ഞാനാണെങ്കിൽ ഒന്നുകൂടെ ഇവിടെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരെ നമ്മുടെ വെള്ളത്തിലേക്ക് വന്ന് ഭൂമിയുടെ അടിയിലേക്ക് ഡയറക്റ്റ് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സിറ്റിയുടെ അടിയിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് കാണാനായിട്ട് ഒരു പൊടി പോലാണ് എൻ്റെ ഒരു ക്യാരക്ടറിനെ കാണുന്നത്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് വർക്കിംഗ് ആണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇതുവരെയായിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഓടിപ്പോയി ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ആയിരിക്കാവുന്ന ബെല്ലൈക്കൺ ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്തു വെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ അപ്ഡേറ്റിനെ കുറിച്ച് പറഞ്ഞുതരാം. നമ്മുടെ ഗെയിമിലേക്ക് ഒരു വെടിക്കെട്ട് അപ്ഡേറ്റ് ആണ് ഇനി വരാനായിട്ട് പോകുന്നത്. പക്ഷേ ഈ ഒരു ഐറ്റംസ് ഒക്കെ എപ്പോഴാണ് നമ്മുടെ ഗെയിമിലേക്ക് ആഡ് ആകുന്നതെന്ന് നമുക്ക് ഇതുവരെ ഉറപ്പ് കിട്ടിയിട്ടില്ല. കാരണം നമുക്കാണെങ്കിൽ
ഇനി ഒരു 3-4 മാസം കഴിഞ്ഞ് ആഡാകുന്നതൊക്കെ നമുക്ക് നേരത്തെ കിട്ടും. ലീക്കായിട്ടൊക്കെ കുറേ യൂട്യൂബേഴ്സ് ഇതിനെയൊക്കെ പറ്റി വീഡിയോ ഇട്ട് കഴിഞ്ഞു. നിങ്ങൾ കണ്ട് കാണും ഗയ്സ്. അവരുടെ ഒരു വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ട് കാണും. നമ്മുടെ ഫ്ലൈയിങ് കാറിനെ കുറിച്ച് തന്നെ ഞാൻ ആദ്യം സംസാരിക്കാം. നമ്മുടെ ഗെയിമിലൊക്കെ ഏറ്റവും നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് കമ്മ്യൂണിറ്റി തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഫ്ലൈയിങ് കാർ എല്ലാ കൂട്ടുകാരും നമ്മുടെ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസിലൊക്കെ കണ്ട് കാണും. അവർ പറയുന്നത് പെട്ടെന്ന് നമ്മുടെ ഗെയിമിലേക്ക് ഈ ഒരു അപ്ഡേറ്റിലൂടെ വരുമെന്നൊക്കെയാണ് അവർ അതിൻ്റെ അകത്ത് പറയുന്നത്. പക്ഷേ ഗെയ്സ്, നമ്മുടെ ഗെയിമിലേക്ക് ഇത് വരും, പക്ഷേ എന്നാണെന്ന് ഇതുവരെ കൺഫേം ആയിട്ടില്ല. ഒരിക്കലും നമുക്കൊരു ഐറ്റവും കൺഫേം ആയിട്ട് നമ്മുടെ ഡെവലപ്പർ പറയത്തില്ല. ഇടയ്ക്ക് വല്ലതും 1-2 എണ്ണം മാത്രം അങ്ങനെ കൺഫേം ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. എന്തായാലും ഗെയ്സ്, ഈ ഒരു ഫ്ലൈയിങ് കാർ നമ്മുടെ ഗെയിമിലേക്ക് വരുമെന്നാണ് ഗെയ്സ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ യൂട്യൂബേഴ്സും ഇതിനെപ്പറ്റി ഇപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ആഡ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗെയിമിലാണെങ്കിൽ ഓൾറെഡി ഈ ഒരു കാറുണ്ട്. ഈ ഒരു കാർ ഏതാണെന്ന് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണും. ഈ ഒരു കാറിൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മൾ ഏതോ ഒരു ഓപ്ഷൻ നമ്മുടെ ഗെയിമിലേക്ക് ഇനി പുതിയതായിട്ട് മൊബൈൽ ഫോണിൽ ആഡ് ആകും ഗെയ്സ്. അങ്ങനെ ആയിരിക്കും വരാനായിട്ട് പോകുന്നത്. ആ ഒരു ഓപ്ഷനിൽ ഞെക്കുമ്പോഴത്തേക്കായിരിക്കും നമ്മുടെ ഫ്ലൈയിങ് കാറായിട്ട് ഇത് മാറുന്നത്. എന്തായാലും അങ്ങനെ ഒരു ഫീച്ചർ ആയിരിക്കും ഗെയ്സ് നമ്മുടെ ഗെയിമിലേക്ക് വരാനായിട്ട് പോകുന്നത്. ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കും വരാനായിട്ട് പോകുന്നത്. എനിക്കങ്ങനെയാണ് ലീക്കായിട്ട് കിട്ടിക്കൊണ്ടിരുന്നതും. ഞാൻ കുറേയധികം സെർച്ച് ചെയ്തു ഇതെങ്ങനെയാണ് ഈ സംഭവം നമ്മുടെ ഗെയിമിലേക്ക് വരുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഈ ഒരു ഫ്ലൈയിങ് കാർ നമ്മുടെ ഗെയിമിലേക്ക് വരാനായിട്ട് പോകുന്നത്. കുറേ യൂട്യൂബേഴ്സാണ് AI വെച്ചൊക്കെ വീഡിയോ ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊന്നും കണ്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട. കാരണം ഫ്ലൈയിങ് കാർ വരുമെന്ന് നമുക്കിപ്പോൾ ഏകദേശമൊക്കെ കൺഫേം ആയിട്ടുണ്ടെങ്കിലും പക്ഷേ എന്ന് വരുമെന്ന് ഇതുവരെ അറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു ഫ്ലൈയിങ് കാറിൻ്റെ AI വീഡിയോസാണ് മിക്ക യൂട്യൂബേഴ്സും നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് ഇതിൻ്റെ ഫോട്ടോ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. കാരണം ഈ ഒരു ലെവലായിരിക്കും നമ്മുടെ ഗെയിമിലേക്ക് വരാനായിട്ട് പോകുന്നത്. നമ്മുടെ മൊബൈൽ ഫോണിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും ഈ കാർ ഇങ്ങനെ ഫ്ലൈ ചെയ്ത് നിൽക്കുന്ന പോലെ നമുക്ക് വന്നിട്ട് നമുക്ക് കാർ പറപ്പിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റുന്നതായിരിക്കും. ചിലപ്പോൾ ഗെയ്സ് ഈ ഒരു അപ്ഡേറ്റിലാണ് അയക്കാം. നമുക്ക് അതിനെപ്പറ്റി ലീക്കൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ പറഞ്ഞെന്ന് മാത്രം. അതുപോലെ തന്നെ നമ്മുടെ റോബോട്ട് കാറ് നമ്മുടെ ഗെയിമിലേക്ക് വരുന്നെന്ന് നമ്മുടെ ഡെവലപ്പർ പണ്ട് തൊട്ടേ നമ്മുടേക്ക് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള ലീക്കും കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ട്. ജസ്റ്റ് അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ സ്ക്രീനിൽ വെക്കാം. അപ്പോൾ ഗെയ്സ്, ഈ ഒരു മോഡലായിരിക്കും നമ്മുടെ ഗെയിമിലേക്ക് വരുവാണെങ്കിൽ തന്നെ നമ്മുടെ റോബോട്ട് കാർ വരാനായിട്ട് പോകുന്നത്. ഇതിനെപ്പറ്റിയും കുറേ പേര് പറയുന്നുണ്ട്. പിന്നെ ഗെയ്സ്, ആ മാസ്കിൻ്റെ കാര്യം ഏകദേശം ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ആകുമ്പോഴത്തേക്കും പറയാം. മാക്സിമം എൻ്റെ ഒരു കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഗെയ്സ്, ഇതുവരെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണ് ഓടിപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ചെയ്തു വെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഗെയ്സ്, ഞാൻ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, നമ്മുടെ ഗെയിമിലേക്ക് ഒരു റോബോട്ട് കാർ ആഡാകുമെന്ന് ഇപ്പോൾ കുറേയധികം റൂമേഴ്സൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പണ്ട് നമ്മുടെ ഡെവലപ്പർ നമ്മുടേക്ക് പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ ഗെയിമിലേക്ക് റോബോട്ട് കാർ ആഡാക്കുമെന്ന്. പക്ഷേ ഇത് വന്നിട്ട് എന്തോ ഒരു പ്രോബ്ലം വന്നിട്ട് അത് നമ്മുടെ ഗെയിമിലേക്ക് ആഡാക്കിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ റൂമേഴ്സ് പിന്നെയും പുറത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ യൂട്യൂബേഴ്സ് അതിനെപ്പറ്റിയൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞു. എന്തായാലും ഞാൻ കുറേയധികം സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് ചിലപ്പോൾ നമ്മുടെ ഈ ഒരു അപ്ഡേറ്റിൽ നമുക്ക് റോബോട്ട് കാർ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ഒരു 80% ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്നും ഉറപ്പ് പറയാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മുടെ ഡെവലപ്പറാണ് ചിലപ്പം ലാസ്റ്റ് ടൈം ആകുമ്പോൾ മാറ്റി കൊണ്ടുവന്നേക്കാം. പക്ഷേ എന്നെങ്കിലും ഈ ഒരു ഗെയിമിലേക്ക് ഈ ഒരു ഐറ്റംസ് ഒക്കെ വരുന്നതായിരിക്കും. അത് കാരണം ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടിരിക്കുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നത്. നമ്മുടെ ഗെയിമിലേക്ക് വരാനുള്ള ഐറ്റംസിൻ്റെ ലീക്കൊക്കെ നമുക്ക് ഡെയിലി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ആൾ ഓപ്ഷന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന ലീക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലീക്സിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. എന്തായാലും നിങ്ങൾ അതൊന്ന് ചെയ്തു വെച്ചാൽ മാത്രം മതി. ഞാൻ ഇത്രയും ആയിട്ട് അലക്കുന്നതിന് ആ ഒരു സപ്പോർട്ടെങ്കിലും ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ചെയ്തു വെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ ആയിട്ട് കുറേയധികം കാർസൊക്കെ പോകുന്നുണ്ട്, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എന്തായാലും ഈ ഒരു ഗെയിമിലോട്ട് അടിപൊളിയായിട്ടുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹോളി ഗണ്ണ് വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ നമ്മുടെ ഗെയിമിലേക്ക് വന്നിട്ടില്ല. ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് വരുമെന്നാണ് എല്ലാ യൂട്യൂബേഴ്സും പറഞ്ഞത്. പക്ഷേ ഞാൻ നിങ്ങളുടെക്ക് അന്നേ പറഞ്ഞൊരു കാര്യമാണ്, ഇതിൻ്റെ അകത്ത് നമുക്ക് ചാൻസ് മാത്രമേ പറയാനായിട്ട് പറ്റത്തുള്ളൂ എന്ന്. കാരണം നമ്മുടെ ഡെവലപ്പറിൻ്റെ കാര്യമാണ്. ചിലപ്പോൾ ലാസ്റ്റ് നിമിഷം നമ്മുടെ ഈ അപ്ഡേറ്റിൻ്റെ ഡേറ്റ് തന്നെ ചേഞ്ച് ആക്കിയേക്കാം. പുള്ളിയുടെ കാര്യമാണ്, പറയാനായിട്ട് പറ്റത്തില്ല. പുള്ളിക്ക് തോന്നുമ്പോഴാണ് എല്ലാം കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ കുറേയധികം ഈ ഒരു യൂട്യൂബേഴ്സൊക്കെ ഇടുന്ന ലീക്സൊക്കെ
പുള്ളി തന്നെയാണ് ഈ റൂമേഴ്സ് ആയിട്ട് ഇവർക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു കൊടുക്കുന്നത്. പക്ഷേ കുറേ നാൾ കഴിഞ്ഞ് ഈ ഐറ്റംസ് എല്ലാം നമ്മുടെ ഗെയിമിലേക്ക് കൊണ്ടുവരത്തുള്ളൂ. ഞാൻ പറയാൻ വന്ന വേറൊന്നുമല്ല, നമ്മുടെ മാസ്കിനെ കുറിച്ചാണ്. ഇന്നലത്തെ വീഡിയോയിൽ നമ്മളൊരു മാസ്കിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ഏകദേശം ഇപ്പോൾ 90% അത് കൺഫേം ആയിട്ടുണ്ട്. നമ്മുടെ ഗെയിമിലേക്ക് മാസ്ക് വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേറൊന്നുമല്ല, നമുക്ക് ഡെവലപ്പറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഇപ്പോൾ അതിൻ്റെ ലീക്സൊക്കെ പുറത്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.